കേരളത്തിലെ ദേശീയപാത 66 നിർമ്മാണം നടക്കുന്നു. ഇതിൽ മലപ്പുറം കൂരിയാട് ഭാഗത്തുണ്ടായ റോഡിലെ വീഴ്ച അല്ലെ അപകടം അതാണ് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകമായ സവിശേഷമായ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി ഇതൊക്കെ കണക്കിലെടുക്കാതെ ആയിരിക്കാം ഈ റോഡ് നിർമ്മാണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത സൈറ്റ് എഞ്ചിനീയറെയും പ്രൊജക്ട് ഡയറക്ടറെയും സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. ഒരാളെ പിരിച്ചുവിട്ട് മറ്റേ സസ്പെൻഡ് ചെയ്തു. മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. സസ്പെൻഡ് ചെയ്യുന്നു ഓക്കെ, പക്ഷെ ഒരാളെ പിരിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പിന്നിൽ മറ്റു ചിലരായിരിക്കില്ല. ഇവർ ചിലപ്പോൾ ബലിയാടായി മാറിയതാവില്ലേ? അങ്ങനെ ബലിയാടായി മാറിയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മേൽനോട്ടവും ഇവർക്കാണ്. ഇപ്പോൾ ഈ സൈറ്റ് എഞ്ചിനീയറും അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്ന പ്രമുഖമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് തന്നെയാണ് അവരെ നിയമിക്കുകയും അതേപോലെ തന്നെ പ്രവർത്തന ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള അഴിമതിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. കാരണം ഒരു കമ്പനി കരാറെടുക്കുന്നു, ഇപ്പോൾ അദാനിയുടെ കമ്പനി കരാറെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ കമ്പനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കമ്പനികളെ വിളിച്ചിട്ട് ഇത് ഉപകരാർ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരാറെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 100 രൂപയുടെ പണി നടക്കുന്നിടത്ത് കരാറ് ഉപകമ്പനികൾക്ക് കൊടുക്കുമ്പോൾ 40% കുറച്ചാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 100 രൂപയിൽ 40 രൂപ കമ്മി അപ്പോൾ തന്നെ തിന്നു. അപ്പോൾ 100 കോടിയാണെന്ന് വെച്ചാൽ 40 കോടി അവരെന്ത് ചെയ്യുന്നു. അങ്ങനെ ആ ആയിരക്കണക്കിന് കോടി രൂപയിൽ ഈ 40% എന്ന് പറയുന്നത് വലിയ ഒരു അഴിമതി തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവില്ല. 100 രൂപ മുടക്കുന്നിടത്ത് 100 രൂപ മുടക്കുന്നു എന്ന് സർക്കാർ പറയുന്നു, ഇവന്മാരെന്ത് ചെയ്യുന്നു, അത് 40% അവർ അടിച്ചെടുത്തിട്ട് 60 രൂപ മാത്രം അതിൻ്റെ അകത്ത് മുടക്കുന്നു. 40 രൂപ ഇവർ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലാഭമൊക്കെ ആയിട്ട് എനിക്കൊന്ന് 10, 35, 40 രൂപ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുള്ളൂ, ചിലവഴിക്കപ്പെടുക. ഇത് പലയിടങ്ങളിലും മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ റോഡ് നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് ഇത് മനസ്സിലാവും. പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും അതുപോലെ തന്നെ PWDയുടെ വർക്കായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മിക്കവാറും തന്നെ കരാർ കമ്മീഷൻ പ്രോസസ്സ് പുരോഗമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2000 ജനകീയാസൂത്രണ പദ്ധതി അനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ വന്ന സമയത്ത് പല സ്ഥലത്തും ജനങ്ങൾ നേരിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റി അഴിമതിയില്ലാത്ത കമ്മിറ്റിയായിട്ട് പ്രവർത്തിച്ച സമയത്ത് അവിടെ ഈ ഗവൺമെൻറ് അനുവദിക്കുന്നതായിട്ടുള്ള ഫണ്ട് കൊണ്ട് ഗവൺമെൻറ് പറയുന്ന തരത്തിലുള്ള റോഡ് നിർമ്മിച്ചതിൻ്റെ ബാക്കി പണം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ആ പരിപാടി വീക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളിൽ ആളുകൾ കമ്മിറ്റി ഉണ്ടാക്കി അവർ ഫുഡടിച്ച് അഴിമതിക്കാരായി മാറി. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർ ഉദ്യോഗസ്ഥരെല്ലാം ആരുമല്ല. അങ്ങനെ വന്ന സമയത്ത് ഗവൺമെൻറ് അത് ഉപേക്ഷിക്കുകയും വീണ്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥ ലോബിയുടെ കയ്യിലേക്ക് തന്നെ കൊണ്ടേ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് അത് പരിണമിച്ചതെന്ന് നമുക്കറിയാവുന്നതായിരുന്നു. ഇപ്പോൾ ദേശീയപാതയുടെ കാര്യം എടുക്കുന്ന സമയത്ത് എന്നാണ് ഒരു വലിയ കമ്പനി കോൺട്രാക്റ്റ് എടുക്കും. ആ കോൺട്രാക്റ്റ് എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം ചിലപ്പോൾ ഈ കോൺട്രാക്റ്റിൽ നിന്ന് നല്ല കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടാകും. അത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്, ഇവർ ഉപകരാർ വഴി ആ കമ്മീഷൻ്റെ ഇരട്ടി കമ്മീഷൻ വാങ്ങിച്ച് അവർക്കും നല്ലൊരു എല്ലാവരും അഴിമതിക്കാരായി മാറുന്ന ഒരു പ്രക്രിയയാണ്. കുരിയാട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പല സ്ഥലത്തും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു പ്രദേശത്ത് പറവൂർ പെരിയാറിലുള്ള ഒരു വലിയ പാലം അത് കലങ്ക് പോലെ നിർമ്മിച്ച് അവർ അഴിമതി നടത്തുകയാണ് ചെയ്യുന്നത്. അവസാനം വലിയ പ്രതിഷേധവും സമരവും ശക്തമായി ഉയർന്ന സമയത്താണ് പിന്നീട് അത് രണ്ടാമത് ഉയർത്തിപ്പണിയാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച സമയത്ത് ഈ കോൺട്രാക്ടർ കേരള ഗവൺമെൻറ് 2 കോടി രൂപ കൊടുക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 2 കോടിയെങ്കിലും എന്നെ അതിൻ്റെ അകത്ത് നമക്കിയല്ലോ. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് എല്ലാ മേഖലയിലും അഴിമതികൾ നടക്കുന്നു. ചിലതെല്ലാം ഇത്തരത്തിൽ പുറത്തേക്ക് വരും എന്ന് വെച്ചാൽ അവന്മാരെ റോഡ് പൊളിച്ച് താർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് ബഹളമുണ്ടാകും. പക്ഷേ അത് ഒരു ഭാഗം, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ അഴിമതികൾ തുടരുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു സ്ഥിരം ഏർപ്പാട് തന്നെയായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. ഇതിലെല്ലാവരും പങ്കാളികളായി മാറുന്നു. രാഷ്ട്രീയ നേതൃത്വം ഒരു പങ്കുണ്ട്, ഉദ്യോഗസ്ഥർ ബ്യൂറോക്രാറ്റുകൾക്ക് മറ്റൊരു പങ്കുണ്ട്, അത് കഴിഞ്ഞ് കോൺട്രാക്ടർമാർക്കും ഒരു പങ്കുണ്ട്. ഇവരെല്ലാവരും കൂടി പങ്കുവെച്ചെടുത്ത് കഴിയുമ്പോൾ ബാക്കി നമ്മൾക്ക് സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിൽ വളരെ കുറച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ റോഡിൽ വന്ന് വീഴുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് റോഡ് ഒരിക്കലും നല്ല റോഡായിരിക്കില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ 30,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രോജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഗുണനിലവാരം പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല റോഡിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റിക്ക് പ്രത്യേകിച്ച് വിദഗ്ധ സംഘമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും NH 66 എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൂടി ഒരു സ്വപ്ന പദ്ധതിയാണ്. നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പണി നടക്കാം. ഇപ്പം മലപ്പുറത്തെ ഒരു കൂരിയാട് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ റീച്ചായിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും കരാർ കൊടുക്കുന്നത്. ഇവിടെ ഒരു സംഭവം പുറത്തു വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ലേ മറ്റു മേഖലകളിലും. കാരണം ഇപ്പോൾ
ഇപ്പം തന്നെ ഈ ദേശീയപാത സാധാരണ പാതയിൽ നിന്ന് ഏതാണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ താഴ്വശത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്നു, അവിടെയൊക്കെ തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള പാത ഇല്ലാതാകുന്നു, ഓടയില്ലാതാകുന്നു. ഈ ഓടയൊക്കെ നിർമ്മിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവർ ഇവരുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പ്രശ്നവും രമ്യതയിലേക്ക് പോകാൻ പൈസ ഇറക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കരാറുകാർ കൂടുതൽ അഴിമതി ചെയ്തതിൻ്റെ വാർത്തകൾ ഇനിയും പുറത്തു വരില്ല. കാരണം മഴ കനക്കുകയാണ്, റോഡ് ഇനിയും പലയിടത്തും ഇടിയും സാധ്യതയില്ലേ ഇനിയും മുന്നോട്ട്? ഇല്ല, റോഡ് പണിയുന്ന എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ രണ്ട് വശത്തും കാണ അവർ നിർമ്മിക്കുന്നുണ്ട്. അവർ തന്നെ നിർമ്മിക്കുന്ന ഒരു കാണയുണ്ട്. ആ കാണ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏതാണ്ട് 1.5 മീറ്റർ ഭൂമി എന്ന് പറയുന്നത് പുറമ്പോക്കുല കിടക്കുകയും ചെയ്യുന്നു. ഈ കാണ പല സ്ഥലങ്ങളിലും സാധാരണ ഭൂമി നിരപ്പിന് മുകളിൽ നിർമ്മിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടിട്ടുള്ളതാണ്. കാരണം നമ്മുടെ എൻ്റെ വീടിൻ്റെ പറമ്പിലുള്ള വെള്ളം എൻ്റെ ഈ NH ഭൂമി എടുത്ത സമയത്ത് എൻ്റെ ഭൂമി എടുത്തുകൊണ്ട് പോയാണ് കുറച്ച്. അപ്പോൾ നമ്മൾ NH അതിർത്തി പങ്കിടുകയാണ് ചെയ്യുന്നത്. അവിടെ ഇടയിലാണെങ്കിൽ 1.5 മീറ്റർ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കാണ. ഈ കാണയിലേക്ക് നമ്മുടെ പറമ്പിൽ ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ചെല്ലില്ല. നമ്മൾ താഴ്ന്നു പോയി അല്ലേ? അതായത് കാണ മുകളില്ല. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ റോഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർ കാണ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണയടക്കം നമ്മുടെ സൈഡ് റോഡ് സർവീസ് റോഡ് വിശേഷിപ്പിക്കുന്നത് അത് അടക്കമാണ് ഒരു റോഡായിട്ട് അവിടെ നിൽക്കുന്നത്. കാണയുടെ ഉയരം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഭൂമി നിരപ്പിലാണ് കാണ പോകുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഭൂമി നിരപ്പിന് മുകളിൽ കാണ ഉയർന്നു നിൽക്കുന്നു. എൻ്റെ വീടിൻ്റെ ഒരാൾ പൊക്കം ഉണ്ട് അതിന്. ആ കാണക്കേന് ആ കാണ പുറത്തുനിന്നുള്ള ഒരു വെള്ളം അതിൻ്റെ അകത്തേക്ക് കയറില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് റോഡിൻ്റെ സംരക്ഷണത്തിനാണ് ഞങ്ങൾ കാണ നിർമ്മിക്കുന്നത്. റോഡിലുള്ള വെള്ളം പോകുന്നതിനുള്ള സംവിധാനം അതിനകത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തുള്ള വെള്ളം കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഇതുമാരെ ഈ ഓവുചാലകളിലേക്ക് എത്തിക്കുന്നതിനൊക്കെയുള്ള സംവിധാനം നിർവഹിക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ എന്നാണ് ഈ പറയുന്നത്. അതിനാണ് ഈ 1.5 മീറ്റർ ഇട്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ പറമ്പിലൊക്കെ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വെള്ളം അതിലൂടെ കൊണ്ടുപോകുക. അത് നിങ്ങൾ പഞ്ചായത്തിനോട് പറയൂ എന്നാണ് പറയുന്നത്. പഞ്ചായത്തിനോട് പറയും. എന്തൊരു മര്യാദയാണ് ഇതിനകത്തുള്ളത്. കാരണം വെച്ചാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ദേശീയപാത നിർമ്മിക്കുന്നു. ദേശീയപാതയുടെ ഇരുപുറങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളിലും ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യമില്ല. കാരണം വെച്ചാൽ വീട് അതേപോലെ തന്നെ റോഡും തമ്മിൽ ഈ 1.5 മീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ആ വീട് പലപ്പോഴും ഇത് താഴെയാണ്, ഉയർന്ന് കാണാനുള്ള സ്ഥലങ്ങളിൽ. അവിടെ ആ വീട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ചവിട്ടുപടി സ്റ്റെപ്സ് കെട്ടിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതിലൂടെ ഇറങ്ങി വീട്ടിലേക്ക് പോകാം, തിരിച്ചു പോകാം. എന്ന് വെച്ചാൽ ആ വീട്ടിലേക്ക് ഒരു ബൈക്ക് കയറ്റാൻ പറ്റില്ല, കാറ് കയറ്റാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾക്ക് സുഖമില്ലാതെ കഴിഞ്ഞാൽ അവരെ കസേരയിൽ പൊക്കിയെടുത്ത് സർവീസ് റോഡിൽ കൊണ്ടുവന്നിട്ട് സർവീസ് റോഡിലിട്ടിരിക്കുന്ന വാഹനത്തിലൂടെ കൊണ്ടുപോകാനേ കഴിയുള്ളൂ. അതൊരു വലിയ ദുരന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു പരിഹാരം ഒരു കാലത്തും ആലോചിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, വെള്ളം പോകുന്നതിനുള്ള യാതൊരുതായിട്ടുള്ള സംവിധാനമില്ല. ഇതൊരു വലിയ ഭിത്തിയായിട്ട് ഇങ്ങനെ കേരളത്തെ രണ്ടാക്കി വിഭജിക്കുന്ന ഭിത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കൂരിയാട് ഉണ്ടായത്. കൂരിയാട് ഈ മണ്ണൊക്കെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞപ്പോൾ ആ മണ്ണ് മുഴുവനും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞ് താന്ന് തൊട്ടപ്പുറത്തുള്ള വയലുകളിലേക്ക് അതിൻ്റെ ഭാരം, അതിൻ്റെ സമ്മർദ്ദം വന്ന സമയത്ത് അതിൻ്റെ പ്രഷർ സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ടാണ് ആ മണ്ണ് അങ്ങനെ ഇടിഞ്ഞു പോവുകയും അങ്ങനെയാണ് റോഡ് മുഴുവൻ തകർന്ന് തരിപ്പണമായത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ അത്തരങ്ങളിലൊക്കെ സാധാരണ വയഡക്റ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ സംവിധാനം ഉപയോഗിച്ചെന്ന് വെച്ചാൽ തൂണ് കെട്ടിപ്പൊക്കി അതിൻ്റെ മുകളിൽ വാർത്ത് നമ്മൾ പാലം പണിയുന്നവരെ പണിത് റോഡുണ്ടാക്കിയാൽ മാത്രമാണ് ഈ പ്രശ്നം ഇല്ലാതിരിക്കുള്ളൂ. വെള്ളത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് റോഡിനെ ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റുള്ളൂ. ഇവർക്കതൊന്നും പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ വയഡക്റ്റ് വഴി റോഡ് നിർമ്മിക്കുന്ന സമയത്ത് 80 രൂപ ചിലവ് വരുന്നുണ്ടെങ്കിൽ ഈ കുന്നിടിച്ചുകൊണ്ടൊന്ന് മണ്ണിട്ട് സൈഡൊക്കെ കെട്ടിപ്പൊക്കി റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 20 രൂപ വരുന്നുണ്ടെന്ന്. വലിയ ലാഭം. അത്ര വ്യത്യാസമാണ്. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവരത് ചെയ്തു നോക്കിയത്. അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഇത് ഇടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് അതിൻ്റെ രീതികൾ ഉപയോഗിച്ച്, ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് അത് നിർമ്മിക്കുന്ന സമയത്ത് ലാഭം കുറയും. അപ്പോൾ ലാഭം ഉണ്ടാക്കലാണ് പ്രശ്നം. പാലങ്ങളൊക്കെ താത്തിപ്പണന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ മണ്ണിട്ട് നിറക്കേണ്ട ആ ഉത്തരവാദിത്വം ഒഴിവാല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും അതിൻ്റെ ചില ഗുണങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വലിയ മെച്ചം അവർക്കുണ്ടാകും. അതുകൊണ്ട് പല സ്ഥലത്തെയും പാലങ്ങളൊക്കെ കലങ്കായിട്ട് കണക്കാക്കി എന്നിട്ട് പണത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വലിയ അപകടം എന്ന് പറയുന്നത്, നമുക്ക് കേരളത്തിൽ ആവശ്യമായിട്ടുള്ള അടിപ്പാതകൾ, അണ്ടർപാസുകളില്ല എന്നുള്ളതാണ്. അണ്ടർപാസുകളില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഇത് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത്
അവരെടുത്തിരിക്കുന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങളാണ്. ഉത്തരേന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കാരണം അവിടെ വളരെ വളരെ എന്താണ് മൈലുകൾ സഞ്ചരിച്ച് അല്ലെങ്കിൽ കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്താണ് ആൾപ്പാർപ്പുള്ള വലിയ ഒരു സമൂഹം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡെമോഗ്രഫി അങ്ങനെ. നമ്മളിവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ തന്നെ വലിയ ഭൂപ്രദേശത്ത് മുഴുവനും ഹൈ ഡെൻസിറ്റി പോപ്പുലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു കിലോമീറ്ററിന് ഒരു അണ്ടർപാസ്, ചുമ്മാ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മളുടെ ഇവിടെ 1 കിലോമീറ്റർ തന്നെ 1, 2, 3 അണ്ടർപാസുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്. കാരണം ഈ അണ്ടർപാസ് വഴി നമ്മൾ ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ 10,000-കണക്കിന് വീടുകളുണ്ടായി. മറ്റിടത്ത് അങ്ങനെ ഇല്ല. ദേശീയ തലത്തിലുള്ള ചിന്തയാണ് വെച്ചത്. അതെ, കേരളത്തിൻ്റെ ഡെമോഗ്രഫി മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജനസംഖ്യ, അതിൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ പാർപ്പിട സമുച്ചയങ്ങളുടെ സംവിധാനങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചിട്ട് അണ്ടർപാസുകൾ നിർമ്മിക്കേണ്ടതാണ്. അവർ നിർമ്മിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അതിനകത്ത് കുറ്റമില്ല. അവരുടെ ജനപ്രതിനിധികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നില്ല. ജനപ്രതിനിധികളൊക്കെ പറഞ്ഞാൽ അവരൊന്നും കേൾക്കാറില്ല ആരും. ഇവിടെ എല്ലാ സ്ഥലത്തും സമരങ്ങൾ നടക്കുന്നുണ്ട്. പല സ്ഥലത്തുള്ള സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്, അണ്ടർപാസിന് വേണ്ടിയുള്ള സമരങ്ങൾ. അവിടെയൊക്കെ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ആവശ്യമുള്ളതാണ് ഈ അണ്ടർപാസുകൾ എന്ന്. പക്ഷേ അത് കേൾക്കാനാരും തയ്യാറല്ല. ജനപ്രതിനിധികളും വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കും. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ പോയി സംസാരിക്കും, അവർ സംസാരിക്കുന്ന സമയത്ത് കേൾക്കില്ല. നമ്മുടെ പല എം പിമാരും പാർലമെൻറ്റിൽ ഇതൊക്കെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച സമയത്ത് നിതിൻ ഗഡ്കരി പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അണ്ടർപാസ് പണിത് നാഷണൽ ഹൈവേ പണിയാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരിയായിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നിരന്തരമായ സമരങ്ങൾ അതിനെ മുഴുവനും കേട്ടിട്ടും റോഡൊക്കെ പണിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സമരം ആളുകൾ ചെയ്യുമ്പോൾ ആ സമരത്തിൽ എന്താണ് മുന്നോട്ട് വെക്കുന്ന വിഷയം എന്ന് പരിശോധിക്കാനും അത് രമ്യമായ രീതിയിൽ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിഹാര മാർഗം കണ്ടെത്താനും യഥാർത്ഥത്തിൽ അധികൃതർ തയ്യാറാവണം. എന്തിനാണ് നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നത്? ജനങ്ങൾ കൂടി ആവശ്യപ്പെട്ട ഒരു സഞ്ചാര സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് വിമാനം ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല നാഷണൽ ഹൈവേ ഉണ്ടാക്കുക. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ അവസരങ്ങൾ കൊടുക്കുകയും ആ അവസരങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അനുവദനീയമായും, ഇപ്പോൾ അവർ പറഞ്ഞാൽ മുഴുവൻ കേൾക്കണമെന്നല്ലേ എന്ന്, അതിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടമാനം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക്. അഴിമതി വേറെ വിഷയമാണ്. അഴിമതി ഈ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായിട്ടുള്ള സംവിധാനങ്ങളാണ്. അതിൻ്റെ ദുരന്തം മുഴുവൻ അവസാനം ജനങ്ങൾ അറിയേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരിക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജലപ്രവാഹങ്ങളെ തടഞ്ഞു നിർത്തുന്ന തരത്തിൽ ഉള്ള അണക്കെട്ട് പോലത്തെ ഒരു സംവിധാനമായിട്ട് ദേശീയപാത നിർമ്മിക്കുന്നത് വൻ അപകടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ തന്നെ ഈ മഴ പെയ്യാനായിട്ട് തുടങ്ങി. റോഡിൻ്റെ ഇരുപുറങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വെള്ളക്കെട്ടുകളായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറയാൻ ദേശീയപാത 66 ദുരന്തപാതയാണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ തെറ്റു. അതെ, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് മാറ്റണം, അതിലിടപെടണം. അതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കടന്നു വരികയും അവരത് പരിഹരിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.